ലക്നൌവിൽ ഒരു 4 വയസ്സുകാരനെ അവന്റെ രണ്ടാനമ്മയും പിതാവും ചേർന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നു. അവർ എന്തിനാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന പോലീസിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. ലക്നൌവിലെ ചെറിയൊരു ഗ്രാമമായ ചൌക്കിലാണ് ഈ സംഭവം നടക്കുന്നത്. 4 വയസ്സുകാരനായ അർണവ് തന്റെ പിതാവ് ഭീഷ്മ ഗർഭന്തയ്ക്കും രണ്ടാനമ്മ രാഗിണി ഗർഭന്തയ്ക്കും ഒപ്പമായിരുന്നു താമസിച്ചിരുന്നത്. പല കുട്ടികളുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടതുപോലെ കേട്ടതുപോലെ തന്നെ ദുരിതപൂർണമായിരുന്നു രണ്ടാനമ്മയ്ക്കൊപ്പമുള്ള അർണവിന്റെ ജീവിതവും. അവർ അവനെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. ആ 4 വയസ്സുകാരനെ മർദ്ദിക്കാനായി രണ്ടാനമ്മയ്ക്ക് കൂട്ടുനിൽക്കുന്നതാകട്ടെ അവന്റെ സ്വന്തം പിതാവും. ഇരുവരുടെയും നിരന്തരമായ മർദ്ദനത്തെ തുടർന്ന് ഒടുക്കം അർണവിന് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അവന്റെ മരണം പുറം ലോകം അറിയുന്നത് ഇങ്ങനെയാണ്. മാർച്ച് 12-ന് അർണവിന്റെ മുത്തശ്ശിയായ സുധാ കശ്യപിന് ഒരു ഫോൺ കോൾ വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അർണവിന്റെ പിതാവായ ഭീഷ്മയായിരുന്നു. ഭീഷ്മ ഫോൺ കോളിൽ പറഞ്ഞതാകട്ടെ അവരുടെ കൊച്ചുമകനായ അർണവ് മരണപ്പെട്ടു എന്ന വാർത്തയായിരുന്നു. വാർത്തയറിഞ്ഞ് വീട്ടിലെത്തിയ മുത്തശ്ശിക്ക് കൊച്ചുമകന്റേത് സ്വാഭാവിക മരണമാണോ അതോ കൊലപാതകമാണോ എന്നതിൽ ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി. അതിനുള്ള പ്രധാന കാരണം ഇതൊക്കെയായിരുന്നു. ലജ്പത് നഗറിലെ വീട്ടിൽ ആ മുത്തശ്ശി കണ്ടത് ഞെട്ടിക്കുന്ന ചില കാഴ്ചകളായിരുന്നു. മരിച്ച അർണവിന്റെ മൃതദേഹം ആ പിതാവും രണ്ടാനമ്മയും ചേർന്ന് വീട്ടിലെ വരാന്തയിൽ വച്ചിരിക്കുകയായിരുന്നു. കുട്ടിയുടെ ശരീരത്തിലാകട്ടെ നിരവധി മുറിവുകളും നീല നിറത്തിലുള്ള ചതവുകളും ഉണ്ടായിരുന്നു. ഇത് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ സൂചനയാണെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. കുട്ടിയുടെ കാലുകളിലാകട്ടെ പൊള്ളലേറ്റതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. കൊച്ചുമകൻ രണ്ടാനമ്മയിൽ നിന്നും പിതാവിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന മർദ്ദനങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ടായിരുന്ന ആ മുത്തശ്ശിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ അതൊരു കൊലപാതകമായിരിക്കാമെന്ന സംശയമുണ്ടായി. പിന്നീട് അവർ ഒട്ടും താമസിപ്പിച്ചില്ല. പെട്ടെന്ന് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൌക്ക് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. അന്വേഷണത്തിൽ അർണവിന്റേത് കൊലപാതകമെന്ന് തന്നെ മനസ്സിലാക്കിയ പോലീസ് ഭീഷ്മയെയും രാഗിണിയെയും സമീപത്തെ നെഹ്റു യുവ കേന്ദ്രത്തിനടുത്തു നിന്നും പിടികൂടി. പിന്നീട് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ആ കൊലപാതകത്തിന് പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് പോലീസിന് വ്യക്തമായത്. സ്വത്തിനോടുള്ള അത്യാഗ്രഹമാണ് ആ രണ്ടാനമ്മയെയും പിതാവിനെയും കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്. അർണവ് ജീവിച്ചിരുന്നാൽ തങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന സ്വത്തുക്കളൊക്കെ ചിലപ്പോൾ ആ കുട്ടിക്ക് ലഭിച്ചേക്കാമെന്ന ഭയം ഇരുവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ തന്നെ അവനെ കത്തികൊണ്ട് കുത്തിയും വടികൊണ്ട് അടിച്ചുമൊക്കെ ക്രൂരമായി മുറിവേൽപ്പിച്ചു, പൊള്ളിച്ചു. ആ ആക്രമണത്തിനൊടുവിൽ ആരും രക്ഷപ്പെടുത്താനില്ലാതെ അവൻ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. സംഭവസ്ഥലത്ത് നിന്നും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന നിരവധി വസ്തുക്കൾ പോലീസ് സംഘം കണ്ടെടുക്കുകയും ചെയ്തു. അതിൽ ചൂൽ, വൈപ്പർ, അടുക്കള കത്തി, സ്കെയിൽ, ബെൽറ്റ്, കയർ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. അറസ്റ്റിലായ ദമ്പതികളെ കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണെന്നും കൂടുതൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.